Hi all, welcome to ACED Academy. First of all, let me introduce myself. My name is Saichal, CEO and founder. I will be handling your financial accounting session. നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നോടിയായി കുറച്ച് കാര്യങ്ങൾ ഒരു വീഡിയോ ലെക്ചർ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. റൈറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കോൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പക്ക ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഫർദർ സ്റ്റഡീസിന് അതേപോലെ തന്നെ നിങ്ങളുടെ വർക്കിന് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഇവിടെ ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട, മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടുത്തെ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് 100% ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ് മാറ്റർ, എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എന്താണ് എന്നുള്ളത് ക്ലിയർ കട്ട് നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മളിവിടെ ഡെഫിനിഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻട്രീസ് ബൈ ഹാർട്ട് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യം. അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ സ്റ്റഡീസിനോ അല്ലെങ്കിൽ വർക്കിനോ ഒന്നും ഹെൽപ്ഫുൾ ആവുകയില്ല. അപ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ കട്ട് നോളേജ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം എങ്ങനെ ആയിരിക്കും നമ്മളൊരു വീഡിയോ ലെക്ചർ കാണുന്നത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് യൂട്യൂബ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മുന്നേ കുറെ ക്ലാസ്സസ് നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു 100% എഫക്റ്റീവ്നെസ് കിട്ടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് ഫോക്കസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇനിയും നമ്മുടെ ക്ലാസ് അങ്ങനെ വളരെ നീട്ടി പരത്തിക്കൊണ്ടുള്ള ക്ലാസ് ഒന്നും ആയിരിക്കില്ല, വളരെ ക്രിസ്പി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ഫോക്കസ് ക്ലാസ്സിലോട്ട് തന്നെ ആയിരിക്കണം. എപ്പോഴാണോ നിങ്ങൾക്ക് 100% ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ മാത്രം ക്ലാസ് കേൾക്കുക. അല്ല നമ്മുടെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല നിങ്ങൾ ജസ്റ്റ് ഒരു ഫിലിം കാണുന്ന ഒരു ലാഘവത്തോട് കൂടി ഒരിക്കലും ക്ലാസ് കാണാണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? എസ്പെഷ്യലി അക്കൗണ്ടിങ് പാർട്ടെല്ലാം അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല, അതുകൊണ്ട് എഫക്റ്റീവ്നെസ് ഇല്ല എന്ന് പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ ഒന്ന് ചുമ്മാ തിയറി ക്ലാസ്സസ് അല്ല, നമുക്കതിന്റെ കൺസെപ്റ്റ് ക്ലിയർ കട്ടായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് ക്ലാസ്സിലോട്ട് തന്നെ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ഓഫ്ലൈൻ മോഡിലുള്ള ക്ലാസ് എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് മാക്സിമം അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് നമ്മളൊരിക്കലും ഒരു ഓഫ്ലൈൻ ക്ലാസ് കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ വളരെ വിശാലമായി ഇരുന്നു കൊണ്ടോ ഒന്നും കാണാറുണ്ടാവില്ല. അത് എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയായിരിക്കും നോർമലി അറ്റൻഡ് ചെയ്യുക? ഓഫ്കോഴ്സ് നമ്മൾ അതിന് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ക്ലാസ് പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് പ്രോപ്പർ ചെയറിൽ തന്നെ ഇരുന്നു കൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം റെഡി ആക്കിക്കൊണ്ട് നമ്മൾ ഓഫ്കോഴ്സ് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, ഒരു നോട്ട്ബുക്ക്, പേന എല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴാണോ വീഡിയോ ലെക്ചർ കാണുന്നത് അതിന് നിങ്ങളെടുത്തൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർ നോട്ട്ബുക്ക്, നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഫോക്കസ് അതിലോട്ട് തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഒന്ന് എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇതേപോലുള്ള സ്ലൈഡ് അല്ല അതേപോലെ തന്നെ എഴുതി വെക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചില എക്സാമ്പിൾസ് ഒക്കെ ഈവൻ നിങ്ങൾക്ക് അത് മലയാളത്തിലാണ് നോട്ട് ചെയ്യാൻ ഈസി എന്നുണ്ടെങ്കിൽ അങ്ങനെ വാട്ടെവർ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് അതിൽ നിങ്ങളൊരു ഹാൻഡ് റിട്ടൺ നോട്ട് കൂടെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സപ്പോസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്ന മാറ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് ഫർദർ പ്രൊസീഡ് ചെയ്യുക.
പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഡൗട്ടും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തതിന് അല്ലെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് വന്നു, നിങ്ങൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാണ്ട് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. നിങ്ങൾ ഈച്ച് ആൻഡ് എവരി ഡൗട്ട്സ് ക്ലിയർലി നോട്ട് ചെയ്യുക. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത് അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിൽ നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്തൊക്കെ ഡൗട്ടാണ് ഉണ്ടായിരുന്നത്, എന്തൊക്കെ ചോദിക്കണം എന്നുള്ളത്. അപ്പൊ അത് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഒന്നാമത് നമ്മളെ കോൺസെപ്റ്റ് പക്ക ആയിരിക്കണം, ക്ലിയർ കട്ട് ആയിരിക്കണം. ദെൻ നമ്മുടെ ഫോക്കസ് മുഴുവൻ ക്ലാസ്സിലായിരിക്കണം. അല്ലെങ്കിൽ എനിക്കറിയാം, ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരുപാട് വീഡിയോ ലെക്ചേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ഒന്ന് ഇരുന്ന് ബെഡിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഇരുന്ന് കാണും. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു പില്ലോയുടെ സപ്പോർട്ട് തേടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വിശാലമായിട്ട് കാണാം. പിന്നെ നമ്മൾ എന്തായിരിക്കും, നേരെ കിടന്നുകൊണ്ടായിരിക്കും കാണുക. പിന്നീട് എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ 100% ഫോക്കസ് കൊടുക്കുക. റൈറ്റ്, ദെൻ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് ഞാൻ എസ്പെഷ്യലി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നിങ്ങൾ കരിയർ, ഓഫ് കോഴ്സ് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കരിയർ ആയിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അക്കൗണ്ടിങ് കരിയർ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ തന്നെയാണ്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് സീസണൽ ആയിട്ടുള്ള കോഴ്സസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വരാറുണ്ട്. ദാറ്റ് മീൻസ് ഒരു പീരിയഡിൽ ഇപ്പോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഒരുപാട് പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് അതിന് നല്ല ഫ്യൂച്ചറൊക്കെ ഉള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. ബട്ട് അവിടെയും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, അതേപോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ബട്ട് എന്തുകൊണ്ട് അക്കൗണ്ടിങ്, എന്താണ് ഇതിന്റെ ഫ്യൂച്ചർ? നമുക്കറിയാം ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ് എന്നുള്ള സംഭവം ലോകത്ത് എത്ര കാലത്തോളം ഉണ്ടോ അത്ര കാലത്തോളം അക്കൗണ്ടിങ്ങും വേണം, നിർബന്ധമാണ് അല്ലെ? ബിസിനസ് എത്ര കാലം ഉണ്ടോ അത്ര കാലം എന്തുണ്ടായിരിക്കും, അക്കൗണ്ടിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, അതില്ലാണ്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇല്ലാണ്ട് ബിസിനസ് എന്ന് പറയുന്ന പ്രോസസ് ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് ഇതിൽ ചേഞ്ചസ് വരും. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഴുവൻ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോവാണോ? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സംഗതി ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് വീഡിയോസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അത് സത്യമാണോ? നെവർ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ ഒരിക്കലും റീപ്ലേസ് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ആരാ റീപ്ലേസ് ചെയ്യാൻ പോണത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിട്ടുള്ളവർ നമ്മളെ റീപ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട്? നമ്മൾ മോഡേൺ ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന്റെ ടെക്നോളജീസ് ഒക്കെ നമ്മൾ പഠിച്ചെടുക്കണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബിസിനസ് എത്ര കാലത്തോളം ഉണ്ടോ അത്ര കാലത്തോളം അക്കൗണ്ടിങ്ങും ഉണ്ട്. റൈറ്റ്, ദെൻ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് എന്ന് കുറെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇവന്റ്സ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആയിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് ഇവന്റ്സ്. എന്താ ഇവന്റ്സിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ സംഭവം അല്ലെ. എന്താണ് ഒരു ഇവന്റും ഒരു ട്രാൻസാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്? ഓക്കെ, ബേസിക്കലി ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മാറ്റർ ആണ്. ഓക്കെ, ഒരു ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുക്കട്ടെ. ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, സർവീസ് സെക്ടർ ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഒരുപാട് ഇവന്റ്സ്, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും ഡെയിലി. ഇപ്പോ ഒരു കസ്റ്റമർ വരുന്നു, കസ്റ്റമർ നമ്മൾ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു, അവർക്ക് ബില്ല് കൊടുക്കുന്നു, അവർ ക്യാഷ് തരുന്നു,
ഓക്കെ, നമ്മൾക്ക് താങ്ക്സ് പറയുന്നു. ഓക്കെ, നമ്മൾ സപ്ലൈ അടുത്തുനിന്ന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പുതിയ മാർക്കറ്റിംഗ് ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാഫിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നു, വാട്ടെവർ ഒരുപാട് സംഭവങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഒരു എനി ഒക്കറൻസ് ദാറ്റ് അഫക്ട് ദി ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എനി ഹാപ്പനിങ്, എനി ഒക്കറൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇവന്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷനുള്ളിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഓർഗനൈസേഷനെ ബാധിക്കുന്ന മാറ്റർ ആണോ അതിന് നമ്മൾ എന്ത് പറയും, ഇവന്റ്സ് എന്ന് പറയും. ഓക്കെ, ഓർഗനൈസേഷൻ സംബന്ധിക്കുന്ന എനിത്തിങ് അതെന്താണ്, ഇവന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും ട്രാൻസാക്ഷൻ? ഓക്കെ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റ്സ് തന്നെയാണ്, ബട്ട് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ട്രാൻസാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, ബിസിനസ് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. അവിടെ എന്തായിരിക്കണം, വാല്യൂ എക്സ്ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പോ ദാറ്റ് മീൻസ് വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസാക്ഷൻ എന്ന് പറയാം. വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്, നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് നമ്മളത് ലോഞ്ച് ചെയ്യാണ്. ഓക്കെ, അതൊരു ഇവന്റ് ആണോ, ബിസിനസിനെ സംബന്ധിക്കുന്ന ആക്ടിവിറ്റി ആണ്, ഇവന്റ് ആണ്. പക്ഷെ അവിടെ ഒരു വാല്യൂ എക്സ്ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ അതെന്താണ്, ഇവന്റ് ആണ്, ബട്ട് എന്തല്ല, ട്രാൻസാക്ഷൻ അല്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എംപ്ലോയീസിന് ഒരു ട്രെയിനിങ് സെക്ഷൻ അറേഞ്ച് ചെയ്യാണ്. നമ്മുടെ എംപ്ലോയീസ് ഉണ്ട്, സെയിൽസ് ടീം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് ടീം ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ട്രെയിനിങ് സെഷൻ അറേഞ്ച് ചെയ്യാണ്. ഓക്കെ, ദെൻ ഈ സിറ്റുവേഷനിൽ അതും ഒരു ഇവന്റ് ആണ് അല്ലെ, പക്ഷെ അവിടെ വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ അതെന്തല്ല, ട്രാൻസാക്ഷൻ അല്ല. ഇനി സപ്പോസ് നമ്മളൊരു കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിലോട്ട് വരികയാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് അയാൾക്ക് സെയിൽ ചെയ്യാണ്, പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നു, അവിടെ എന്തുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ട്രാൻസാക്ഷൻ ആണ്. അല്ലെങ്കിൽ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സപ്ലയർ അടുത്തുനിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വാല്യൂ സപ്ലയർ അടുത്തുനിന്ന് നമ്മുടെ ബിസിനസ്സിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ട്രാൻസാക്ഷൻ ആണ്. ഇനി നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ക്യാഷ് സാലറി ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കും, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, റൈറ്റ്? അതെന്താണ്, ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഓക്കെ, എനി ബിസിനസ് ആക്ടിവിറ്റിനെ നമ്മൾ എന്ത് പറയും, ഇവന്റ്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും എന്തല്ല, ഇവന്റ്സ് അല്ല. എന്തുകൊണ്ടാണ് എല്ലാ ട്രാൻസാക്ഷൻസും ഇവന്റ്സ് അല്ല എന്ന് പറയാനുള്ള കാരണം, വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇവന്റ്സ് മാത്രമാണ് എന്താവുക, ട്രാൻസാക്ഷൻ ആവുള്ളൂ. അപ്പൊ എല്ലാ ഇവന്റ്സും എന്തല്ല, ട്രാൻസാക്ഷൻ അല്ല. ബട്ട് എല്ലാ ട്രാൻസാക്ഷനിലും എന്തുണ്ടായിരിക്കും, ഒരു ഇവന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈഹാർട്ട് ചെയ്യണ്ട. വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇവന്റ്സിനെയാണ് നമ്മൾ എന്താ പറയാ, ട്രാൻസാക്ഷൻ എന്ന് പറയാ. നമ്മുടെ അക്കൗണ്ടിങ്ങില് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, അക്കൗണ്ടിങ്ങില് നമ്മൾ എന്ത് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ, ട്രാൻസാക്ഷൻ മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിന് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം എന്തുണ്ടായിരിക്കണം, വാല്യൂ എക്സ്ചേഞ്ച് ഉള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് ഇവന്റ് എന്ന് മനസ്സിലായി, എന്താണ് ട്രാൻസാക്ഷൻ മനസ്സിലായി. ഇവന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിക്കുന്ന ഇനി ആക്ടിവിറ്റി, ഇനി ഒക്കുറൻസ്, അതാണ് എന്ത് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, വാല്യൂ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം. ഓക്കെ, വാല്യൂ എക്സ്ചേഞ്ച് പറയുമ്പോൾ നിങ്ങൾ മണി എക്സ്ചേഞ്ച് മാത്രമായിട്ട് ചിന്തിക്കാൻ പാടില്ല. എനിത്തിങ് നമ്മളിപ്പോ ഒരു ഗുഡ്സ് അങ്ങോട്ട് കൊടുത്തിട്ട് മറ്റൊരു ഗുഡ്സ് വാങ്ങുകയാണ്, അവിടെ എന്തുണ്ട്, വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മണി വാല്യൂ മീൻസ് മണി മാത്രമല്ല, എന്തും ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ എന്താണ് ഇവന്റ്, എന്താണ് ട്രാൻസാക്ഷൻ മനസ്സിലായി. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ, ട്രാൻസാക്ഷൻ മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന്, ഈ
അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവുന്നത്, ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന്റെ യൂസേഴ്സ്, എങ്ങനെയാണ് അവർക്ക് അത് യൂസ്ഫുൾ ആവുന്നത്? ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന്, നമ്മൾ ഈ അക്കൗണ്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു മെയിൻ ഉപഭോക്താവ് എന്ന് പറഞ്ഞത് ആരാണ്? ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സിന് എന്തിനാണ് ഈ അക്കൗണ്ട്സ് കിട്ടുന്നത്? ഓഫ് കോഴ്സ് അവര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ റിട്ടേൺ കിട്ടണം അല്ലെ? നമ്മളാണെങ്കിൽ ഏത് ബിസിനസ് പൈസ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, എത്രത്തോളം ലോസ് ഉണ്ട്, അവിടെ എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്, എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലാബിലിറ്റി ഉണ്ട്, ഇതൊക്കെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? അതിനെന്ത് വേണം? പ്രോപ്പർ അക്കൗണ്ടിങ് വേണം. ഓക്കെ, ഒന്ന് ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെ യൂസ്ഫുൾ ആവും. ദെൻ എംപ്ലോയീസിന് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുക? എംപ്ലോയീസിന് അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് ഉണ്ടാവും അല്ലെ? അവർക്ക് ഗ്രാജുവേറ്റ് കിട്ടേണ്ടി വരും, അതേപോലെ തന്നെ ചിലപ്പോൾ ബോണസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അവർക്ക് മുഴുവനായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് വേണം? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വേണം. ഓക്കെ, ദെൻ സപ്ലയേഴ്സിനും ക്രെഡിറ്റേഴ്സിനും എങ്ങനെയാണ് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് അവർക്ക് യൂസ്ഫുൾ ആവുന്നത്? അവർ നോക്കും നമ്മൾ എത്രത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, നമുക്ക് എത്രത്തോളം ക്രെഡിറ്റ് വേർത്തിനെസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ക്രെഡിറ്റ് തരണോ, ഓക്കെ കടം തരണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കണം എങ്ങനെയാണ്? നിങ്ങൾ എത്രത്തോളം ഉഷാറാണ്, ഫിനാൻഷ്യലി നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റേബിൾ ആണെന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. അതിനെന്ത് വേണം? നിങ്ങളെ അക്കൗണ്ട്സ് എനിക്ക് കിട്ടണം, എന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, എനിക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ലെൻഡേഴ്സ്, ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് ലോൺ എടുക്കുകയാണ്, അവർക്ക് ചുമ്മാ അങ്ങോട്ട് ലോൺ തരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ലോൺ, ഒരു ബിസിനസ് ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മളോട് ചോദിക്കണം എന്താണ്? നമ്മളെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ മാത്രമേ എന്ത് മനസ്സിലാവുള്ളൂ? ഈ ലെൻഡേഴ്സിന്, നമുക്ക് ക്യാഷ് കടം തരുന്നവർക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് അൾട്ടിമേറ്റ്ലി അവർക്ക് എന്താണ് അറിയേണ്ടത്? നമ്മൾ ഈ ലോണ്, ഇപ്പൊ ബാങ്ക് നമുക്ക് ലോൺ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വേണം. ഓക്കെ, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു കമ്പനി വാറണ്ടി തന്നു. ഓക്കെ, 10 yearsന്റെ വാറണ്ടിയാ തന്നു, 10 yearsന്റെ വാറണ്ടി തന്നു. പക്ഷെ ഈ കമ്പനി നാളെ പൂട്ടാൻ പോകുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഒരു ഫിനാൻഷ്യലി തകർന്നിരിക്കുന്ന കമ്പനിയാണ്. പിന്നെ അവർക്ക് ഈ കമ്മിറ്റ്മെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കുക? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കിട്ടിയാൽ മതി, അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് കിട്ടിയാൽ മതി. പിന്നെ ഗവൺമെന്റിനും അതേപോലെ തന്നെ ഗവൺമെന്റ് ഏജൻസീസിനും ലൈക്ക് ഇൻകം ടാക്സ്, GST, അവർക്കൊക്കെ എന്തിനാണ് നമ്മളെ അക്കൗണ്ട്സ്? ഇപ്പൊ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് 10 lakh പ്രോഫിറ്റ് ഉണ്ട്, നമ്മൾ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ? പോരാ. അവർക്ക് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം അല്ലെ? നമുക്ക് എത്ര ഇൻകം വന്നിട്ടുണ്ട്, എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എന്തൊക്കെ എക്സ്പെൻസ് ആണ് നമ്മൾ വന്നിട്ടുള്ളത്, ഇതൊക്കെ ഗവൺമെന്റിന് അറിയണ്ടേ? അതിന് നമുക്കെന്ത് വേണം? പ്രോപ്പർ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വേണം. ഇനി പബ്ലിക്കിന് എന്തിനാണ്? പബ്ലിക്കിനെ സംബന്ധിച്ച് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട CSR ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എത്രത്തോളം സോഷ്യലി റെസ്പോൺസിബിൾ ആണ്, ഓക്കെ, എത്രത്തോളം സ്റ്റേബിൾ ആണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പബ്ലിക്കിന് ആവശ്യമാണ്. ഇനി മാനേജ്മെന്റിനെ സംബന്ധിച്ച് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? മാനേജ്മെന്റിനെ സംബന്ധിച്ച് അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന്, അവർക്ക് നാളെ ഈ ബിസിനസ്സിന് ഒരു പ്ലാൻ ചെയ്യാന്, അതേപോലെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം ഇത്രയും യൂസസ് എന്തുണ്ട്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്കോ ഒന്നും അല്ല. ഓക്കെ, ഏതൊരു ബിസിനസ്സും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് പറയുന്നത് നിങ്ങൾ വീഡിയോസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബിസിനസ് എന്നാണോ അവിടുത്തെ അക്കൗണ്ട്സിന്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അന്ന് മുതൽ അവരുടെ എന്ത് ചെയ്യും? പെർഫോമൻസിൽ, അവരുടെ ഗ്രോത്തിൽ ഒരു ട്രമെൻഡസ് ചേഞ്ച് വരാൻ പോവാണ്. ഓക്കെ, ഏതൊരു ബിസിനസിന്റെയും ഒരു ബാക്ക് ബോൺ ആണ് എന്ത്? നട്ടെല്ലാണ് എന്ത്? അക്കൗണ്ട്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോ നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ വാല്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസിന്റെ ഒരു ഏരിയയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങളത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ നിങ്ങളൊക്കെ അക്കൗണ്ടന്റ് ആവാൻ പോകുന്നവരാണ്. ഓക്കെ, നമുക്കറിയണം ഒരു ബിസിനസ്സിൽ എന്തൊക്കെയാണ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ അറിയണ്ടേ. എന്തൊക്കെയായിരിക്കും ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ടാസ്ക്? ഓക്കെ, ഡിസ്കസ് ചെയ്യാം. ഈ ഫസ്റ്റ് ടാസ്ക് എന്താ? ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്. പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ്. നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ട്രാൻസാക്ഷൻ ഇവന്റ് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് കീപ്പ് ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ ഒരു ട്രാൻസാക്ഷൻ നടന്നോ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിരിക്കണം. അതും പ്രോപ്പർ ടൈമിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അത് അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്തതിന്റെ ബേസിൽ നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ചെയ്യുക എന്നുള്ളതും അവരുടെ ഡ്യൂട്ടിയാണ്, അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ആ റെക്കോർഡിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ദെൻ ടാക്സ് പ്രിപ്പറേഷൻ ആൻഡ് കംപ്ലയൻസസ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടാക്സ് കംപ്ലയൻസസ് ഉള്ളത് എവിടെയാണ്? ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇൻകം ടാക്സ് കംപ്ലയൻസസ് ഉണ്ട്, GST കംപ്ലയൻസസ് ഉണ്ട്, PF, ESI, ഗ്രാജുവിറ്റി, ഫാക്ടറീസ് ആക്ട്, ഒരുപാട് കംപ്ലയൻസസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ പ്രോപ്പർ ടൈമിങ്ങിൽ ചെയ്തിട്ടുണ്ട്, ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, GST ഫയൽ ചെയ്യുന്നത്, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാ? അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ ടാക്സ് കംപ്ലയൻസസും. നെക്സ്റ്റ് ആണെന്ത്? ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. നമുക്ക് പ്രോപ്പർ റെക്കോർഡ്സ് ഉണ്ട്. പ്രീവിയസ് ഇയേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയേഴ്സിൽ എത്രത്തോളം ബജറ്റ് ചെയ്യണം, എത്രത്തോളം എക്സ്പെൻസിന് ക്യാഷ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അതിന്റെ ഒരു ഫോർകാസ്റ്റിംഗ് നമുക്ക് നെക്സ്റ്റ് പ്രീവിയസ് 10 ഇയേഴ്സിൽ നമുക്ക് എത്ര സെയിൽസ് ഉണ്ട് എന്ന് അറിയാം. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് 2 ഇയേഴ്സിന് എത്രത്തോളം സെയിൽസ് വരും എന്നുള്ള ഫോർകാസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യണം, ടാർഗറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ കോസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക. അൺനെസസറി എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ദെൻ നമ്മുടെ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ കോസ്റ്റിംഗ് പ്രോപ്പർ ആക്കുക. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, ആ പ്രൊഡക്റ്റ് എത്ര രൂപക്ക് വിൽക്കണം എന്ന് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? ജസ്റ്റ് നമ്മുടെ കോമ്പറ്റീറ്റർ എത്ര രൂപക്കാണോ വിൽക്കുന്നത് അതേ എമൗണ്ടിന് നമ്മളും വിൽക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചിട്ട് വിൽക്കാം. അങ്ങനെയാണോ നമ്മൾ പ്രൊഡക്റ്റിന്റെ പ്രൈസ് തീരുമാനിക്കുക? അല്ല, നമുക്ക് എത്രത്തോളം അതിന് ചെലവ് വന്നിട്ടുണ്ട്, ടോട്ടൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എത്ര ചെലവ് വന്നിട്ടുണ്ട്, അതിന്റെ മാർക്കറ്റിങ്ങിന് എത്ര ചെലവ് വന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എത്ര ചെലവ് വന്നിട്ടുണ്ട്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ നമ്മുടെ ഒരു പ്രോഫിറ്റ് മാർജിനും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സെയിൽ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാ? അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റിംഗ്. നമ്മളെ ഇന്റേണൽ ഓഡിറ്റിംഗ്. ദെൻ അതേപോലെ തന്നെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾസ് കൊണ്ടുവരിക. ദെൻ ഫിനാൻഷ്യൽ അഡ്വൈസ് ആൻഡ് സ്ട്രാറ്റജി. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് മാനേജ്മെന്റിന് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എന്തുണ്ട്? നെക്സ്റ്റ് ഫ്യൂ മന്ത്സിലോട്ട് നമുക്ക് നമ്മുടെ ക്യാഷ് ഫ്ലോ കുറവായിരിക്കും. ഓക്കെ, നമ്മുടെ സെയിൽസ് കുറവായിരിക്കും, നമുക്ക് ഫണ്ട് കുറച്ചും കൂടെ കണ്ടെത്തേണ്ടതുണ്ട്. അത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? അഡ്വൈസ് ചെയ്യുക. ദെൻ നമ്മുടെ പ്രോപ്പർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ദെൻ ബിസിനസ്സിൽ എന്ത് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് എവിടെ നിന്നും കൂടെ വരും? ഫിനാൻസിൽ നിന്നും കൂടെ വരും. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, വലിയൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിന് പ്ലാൻ ചെയ്യാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാണ്ട് അവർക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലായിടത്തും ഏത് ഏരിയ ആയിക്കോട്ടെ, റിസർച്ച് ടീം ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ടീം ആയിക്കോട്ടെ, സെയിൽസ് ടീം ആയിക്കോട്ടെ, വാട്ട് എവർ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം ആരെ കണക്ട് ചെയ്തിരിക്കും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ കണക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റിംഗ് ടീം വലിയൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിന് പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് ഫിനാൻസിൽ ഫണ്ടില്ല. ഓക്കെ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് അടുത്ത് ഫണ്ടില്ല, പിന്നെ നടക്കുവോ? ഇല്ല.
റൈറ്റ്? അപ്പൊ എല്ലാത്തിന്റെയും കണക്ഷൻ എവിടെ വരുന്നുണ്ട്? അക്കൗണ്ട്സിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ടാസ്ക് അല്ല എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ കാണുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, ഓക്കെ, ഒരു സൂപ്പർ മാർക്കറ്റ് ബില്ല് ചെയ്യുന്നവന് അല്ലെങ്കിൽ ജസ്റ്റ് പർച്ചേസ് സെയിൽസ് എൻട്രി ചെയ്യുന്നവനാണ് അക്കൗണ്ടന്റ് എന്ന്. നമ്മുടെ നാട്ടിൽ അക്കൗണ്ടന്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അതാണോ ഒരു പ്രോപ്പർ അക്കൗണ്ടന്റ്? അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒരു പർച്ചേസ് എൻട്രി ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ബില്ല് അടിക്കുക അത് മാത്രമല്ല അക്കൗണ്ടന്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞു, കുറെ റൂൾസ് പറഞ്ഞു അല്ലെ? ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നവരാണ് ആര്? അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അവര് ചെയ്യുന്നത് എന്താ? അവർ ചെയ്യുന്നത് ഡാറ്റ എൻട്രി വർക്കാണ്. ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ഡാറ്റ ഉണ്ട്, അത് നമ്മൾ സിസ്റ്റത്തിലോട്ട് എൻട്രി ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതല്ല അക്കൗണ്ടന്റ്. എന്തുകൊണ്ട് നമുക്ക് നല്ലൊരു സാലറി പാക്കേജ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് കിട്ടുന്നില്ല? പലരും ഞാൻ കണ്ടിട്ട് പല അക്കൗണ്ടന്മാരും ഉണ്ട്, അവര് 10 yearsന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവരുടെ സാലറിയിൽ ഒരു ഗ്രോത്തും ഇല്ല. എന്തുകൊണ്ടാണ് ഗ്രോത്ത് ഇല്ലാത്തത്? അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അക്കൗണ്ട്സിന് സാലറി കുറവാണ്. നമ്മുടെ അടുത്ത് എൻക്വയറിക്ക് വരുന്ന കോഴ്സിന് ജോയിൻ ചെയ്യാൻ വരുന്ന പലരും പറയുന്ന ഒരു പ്രോബ്ലം ആണ്, നമുക്ക് എന്തില്ല, സാലറി സ്കെയിൽ കുറവാണ് ബാക്കിയുള്ളവർ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്തുകൊണ്ട് സാലറി സ്കെയിൽ ഇല്ല എന്നും കൂടെ ചിന്തിക്കണ്ടേ? സാലറി സ്കെയിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാ? ഇവര് പോയിട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് വർക്കാണോ? അല്ല, ഇവര് ചെയ്യുന്ന എന്താ? ജസ്റ്റ് ഡാറ്റ എൻട്രി വർക്കാണ്. ജസ്റ്റ് പർച്ചേസ് എൻട്രി ചെയ്യുന്നു, സെയിൽസ് എൻട്രി ചെയ്യുന്നു, ഇത് മാത്രമേ ഇവര് ചെയ്യുന്നുള്ളൂ. പക്ഷെ അപ്പം എങ്ങനെ അവർക്ക് സാലറി സ്കെയില് കൂടും? എങ്ങനെ ഇൻക്രീസ് ചെയ്യും അവരുടെ സാലറി? എല്ലാം ചെയ്യില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ റൂൾസ് ഒക്കെ ചെയ്യാൻ നമ്മൾ ക്യാപ്പബിൾ ആവുമ്പോഴാണ്. ഓക്കെ, ഞാൻ എല്ലാ റൂൾസും അല്ല, മാക്സിമം ഇതിന്റെ ഒക്കെ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ ചുമ്മാ ജസ്റ്റ് ജേർണൽ എൻട്രി ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പർച്ചേസ് എൻട്രി ചെയ്യുന്നു, സെയിൽസ് എൻട്രി ചെയ്യുന്നു, ജസ്റ്റ് എക്സ്പെൻസ് എൻട്രി ചെയ്യുന്നു, ഇത് മാത്രം ചെയ്യുന്നവരെ നമ്മളൊരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആയിട്ട് ട്രീറ്റേ ചെയ്യാൻ പാടുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിനൊക്കെയുള്ള നോളേജ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അക്വയർ ചെയ്തിരിക്കണം. അങ്ങനെ ആവുമ്പോൾ നമ്മളെ പേ സ്കെയിലും നമ്മുടെ കരിയറിലും എല്ലാം ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ഈ ഒരു ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്കും കുറച്ചും കൂടെ ധാരണ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെയുള്ള സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യണം? അക്വയർ ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം, അക്കൗണ്ടിങ്. ഓക്കെ, വാട്ട് ഈസ് അക്കൗണ്ടിങ്? കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ ചെയ്തിട്ട് BCom ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്വാഭാവികമായിട്ടും എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് പറയും. എന്തുകൊണ്ടാ? നമ്മൾ അക്കൗണ്ട്സ് പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് എന്ത്? ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി റിസൾട്ട്സ് thereof. ബൈ ഹാർട്ട് ചെയ്യണോ? ഒന്നും വേണ്ട. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എൻ ആർട്ട് ഓഫ് വാട്ട്? റെക്കോർഡിംഗ്. അക്കൗണ്ടിങ്ങിനൊക്കെ ചില പ്രോസസ് ഉണ്ട്, പണികളുണ്ട്. ഒന്നാമത്തെ പണി എന്ന് പറഞ്ഞാൽ എന്താ? റെക്കോർഡിംഗ് ആണ്. നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. ദെൻ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഒരേപോലത്തതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ദെൻ അതിന്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? അതിന്റെ റിസൾട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ അക്കൗണ്ടിങ്. ദാറ്റ് മീൻസ് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മുടെ കയ്യിൽ ഒരുപാട് നാണയത്തൊട്ടുകളുണ്ട്, ഓക്കെ, കോയിൻസ് ഉണ്ട്. 1 രൂപയുടെ കോയിൻ ഉണ്ട്, 2 രൂപയുടെ കോയിൻ ഉണ്ട്, 5 രൂപയുടെ കോയിൻ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ് എന്താ? നമ്മുടെ മുന്നിലുള്ള ടേബിളിൽ നമ്മൾ ഈ കോയിൻസ് എല്ലാം എടുത്തു വെക്കുന്നു. ഓക്കെ, എല്ലാ കോയിൻസും നമ്മൾ ആ ടേബിളിലോട്ട് വെക്കുന്നു. അതാണ് എന്ത്? റെക്കോർഡിങ്. അപ്പോ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ് എന്ത്? ഈ 1 രൂപയുടെ കോയിൻസ് ഒക്കെ നമ്മൾ ഒരട്ടിയാക്കുന്നു, 2 രൂപയുടെ കോയിൻസ് ഒക്കെ നമ്മൾ മറ്റൊരട്ടിയാക്കുന്നു, 3 രൂപയുടെ കോയിൻസ് വേറൊരു അട്ടിയാക്കുന്നു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ. അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് അത് വരിക? അക്കൗണ്ടിങ് സിമ്പിൾ ആണ്. ഒരേപോലത്തെ ട്രാൻസാക്ഷൻസ്, എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ഒരേപോലത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ആയിട്ട്
മാറ്റി വെക്കുന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു? സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ നേരത്തെ എക്സാമ്പിളില് ഒരു രൂപയുടെ കോയിൻ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. അപ്പൊ ടോട്ടൽ 10 രൂപ. 5 രൂപയുടെ കോയിന് 5 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ 25 റുപ്പീസ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്മറി പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ നമ്മൾ അതിന്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കുന്നു. അതാണ് എന്ത്? റിപ്പോർട്ടിംഗ്. ടോട്ടൽ എത്ര രൂപയുടെ കോയിൻസ് നമ്മൾ എടുത്തുണ്ടെന്ന് നോക്കുന്നു. അക്കൗണ്ടിങ്ങിലോട്ട് വരികയാണെങ്കിൽ റെക്കോർഡിംഗ്, അതിനു വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ജേണൽ എൻട്രി യൂസ് ചെയ്യുന്നു. ദെൻ ക്ലാസിഫിക്കേഷൻ, അതിനു വേണ്ടി നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യുന്നു. ദെൻ സമ്മറൈസേഷൻ, ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയൽ ബാലൻസ് യൂസ് ചെയ്യുന്നു. ദെൻ റിപ്പോർട്ടിംഗ്, അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ എല്ലാം യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്ത്? അക്കൗണ്ടിങ്. ഈ പ്രോസസ്സ് നിങ്ങൾ പഠിച്ചോ? ഓവർ. റെക്കോർഡിംഗ് പഠിച്ചോ, ക്ലാസിഫിക്കേഷൻ പഠിച്ചോ, ട്രയൽ ബാലൻസ്, സമ്മറൈസേഷൻ പഠിച്ചോ, റിപ്പോർട്ടിംഗ് പഠിച്ചോ, അക്കൗണ്ടിങ് ഈസ് ഓവർ. ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ മതി. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? റെക്കോർഡിങ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല? ബാക്കിയുള്ള എന്റെ റിസൾട്ട് റെഡി ആവില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായിരിക്കണം? അറിഞ്ഞിരിക്കണം. മുന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം മാനുവൽ ആയിരുന്നു അല്ലെ? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരുപാട് രജിസ്റ്റർ ഉണ്ടാവും. അതിൽ നമ്മൾ മാനുവലായിട്ട് റെക്കോർഡ് ചെയ്യുന്നു, ലെഡ്ജർ കീപ്പ് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് കീപ്പ് ചെയ്യുന്നു. ഇതൊക്കെ മാനുവലായിട്ട് ചെയ്തിരുന്ന. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? മാനുവലായിട്ട് അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്ന എത്ര ഓർഗനൈസേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ എല്ലാം എന്താണ്? സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ ഈസി? നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോപ്പർ റെക്കോർഡ് ചെയ്താൽ മതി. ഈ ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ, അതേപോലെ തന്നെ റിപ്പോർട്ടൊക്കെ എന്ത് ചെയ്യും? സിസ്റ്റം തന്നെ, കമ്പ്യൂട്ടർ തന്നെ നമുക്ക് തരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ നമ്മളത് പഠിക്കണം. എന്തുകൊണ്ട് പഠിക്കണം? നമ്മളത് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് ചെയ്യാന് പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്കൊരു പ്രോപ്പർ അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണം? നമുക്കിത് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് മാനുവൽ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇതിൽ ക്ലിയർ നോളേജ് ഉണ്ട്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ വർക്കിംഗ് എന്തായിരിക്കും? വളരെ ഈസി ആയിരിക്കും. ഹോപ്പ്ഫുള്ളി യു ഓൾ ഗോട്ട് വാട്ട് ഈസ് അക്കൗണ്ടിങ്. എന്താണ് പ്രോസസ് എന്നുള്ളൊരു ഓവറോൾ പിക്ചർ കിട്ടി. ഇനി നമ്മൾ ഫർദർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിൽ ആകും. ഓക്കെ, ഈ പ്രോസസ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസേഷൻ, ദെൻ റിപ്പോർട്ടിംഗ്. ക്ലിയർ? ഓക്കെ, ഇനി ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതെന്താന്നുള്ളത് നോക്കാം. ഇനി ആദ്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. അതോറിറ്റി ഗൈഡ്ലൈൻസ് ആൻഡ് റൂൾസ് ദാറ്റ് ഗവേൺസ് ദി പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നോക്കാം. നമ്മളൊരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഒരു പ്രോപ്പർ സിസ്റ്റം അല്ല, അതിനൊരു പ്രോപ്പർ ഗൈഡ് ലൈൻസോ റൂളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? ഞാൻ എനിക്ക് തോന്നിയ പോലെ അക്കൗണ്ട് ചെയ്യും, നിങ്ങൾക്ക് തോന്നിയ പോലെ അക്കൗണ്ട് ചെയ്യും, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് തോന്നിയ പോലെ അക്കൗണ്ട് ചെയ്യും അല്ലെ? ഇതിനൊരു യൂണിഫോമിറ്റി വേണ്ടേ? എന്താ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു കൺസിസ്റ്റൻസി വേണ്ടേ? ഞാൻ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട് റെക്കോർഡ് ചെയ്യണം. അപ്പൊ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 3 അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അല്ലടോ, ഇത് സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങൾക്ക് 2 കമ്പനി A, B എന്ന് പറയുന്ന 2 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 കമ്പനി നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുക? സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തൊക്കെയാ നോക്കും? ഏത് കമ്പനിയിലാണ് കൂടുതൽ പ്രോഫിറ്റ് നോക്കും. ദെൻ എന്ത് നോക്കും? ഏത് കമ്പനിയാണ് നല്ല ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ളത് നോക്കും അല്ലെ? ഇതൊക്കെ നോക്കിയിട്ടല്ലേ നിങ്ങൾ തീരുമാനിക്കുക. അത് നിങ്ങൾ എങ്ങനെ നോക്കുക? അതിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കിട്ടണം അല്ലെ? അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, ഈ 2 ആൾ ഉണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടും 2 മെത്തേഡിലാണ് എന്നുണ്ടെങ്കിൽ, 2 ആൾ ഫോളോ ചെയ്യുന്ന 2 മെത്തേഡാണ്, 2 റൂൾസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, 2 ആളും ഒരേപോലെ അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കമ്പയർ ചെയ്യാനൊക്കെ പറ്റും അല്ലെ?
അപ്പൊ ഇതിനെന്ത് വേണം? ഒരു യൂണിഫോമിറ്റി ഉണ്ടാകൽ നിർബന്ധമാണ്. അതിനും വേണ്ടിയിട്ട് ഉള്ള ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാ. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് എങ്ങനെയാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് എവിടെ പറയും? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ പറയും. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താണ്? നിർബന്ധമാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഞാൻ പറഞ്ഞു യൂണിഫോമിറ്റി, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേപോലെ എല്ലാവരും ചെയ്യാനും വേണ്ടിയിട്ട്. ദെൻ ട്രാൻസ്പെറൻസി, ദാറ്റ് മീൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും കൂടെ വേണ്ടേ? ട്രാൻസ്പെറൻസി. ദെൻ കമ്പയർ ചെയ്യാം, കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. നമുക്കൊരു പ്രോപ്പർ ഫിനാൻഷ്യൽ കമ്പാരിസണിന് വേണ്ടിയിട്ട് എന്ത് വേണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വേണം. അപ്പൊ അതിനുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണെന്ത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയും നിങ്ങൾ എങ്ങനെയാണ് അക്കൗണ്ട്, ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, എങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറയും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണെന്ത്? ഗ്യാപ്പ്. എന്താ ഗ്യാപ്പ്? ആ ഗ്യാപ്പ് അല്ല, ഇവിടെ എന്ന് പറയുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്താ പറയാ? ഗ്യാപ്പ് എന്ന് പറയാ. It's a set of rules and standards used that govern how financial statements are prepared and presented. എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്ന റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിനെയാണ് എന്ത് പറയാ? ഗ്യാപ്പ് എന്ന് പറയാ. ഗ്യാപ്പ് എപ്പോഴും US ബേസ്ഡ് ആണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് US ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, ഗ്യാപ്പ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ IFRS, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. എന്താണ് IFRS? ഇതേപോലെ ഗ്യാപ്പ് പോലെ തന്നെയാണ്, ബട്ട് അത് ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്, IASP, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് പ്രൊവൈഡ് IFRS പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് US പുറത്തുള്ള കൺട്രീസിനാണ് അത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് കൺട്രീസ് IFRS ഫോളോ ചെയ്യുന്നവരുണ്ട്, ഗ്യാപ്പ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഗ്യാപ്പാണ്. IFRS ഇപ്പൊ നിങ്ങൾ UAE പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഗ്യാപ്പ് അല്ല എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അവിടെ IFRS ആണ് അവര് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും UAE ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഡിഫറെന്റ് ആണ്. ഓക്കെ, അതിന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ മെത്തേഡ്സ് സ്റ്റാൻഡേർഡ്സിൽ എന്തുണ്ട്? ഡിഫറൻസിയേഷൻ ഉണ്ട്. ഓക്കെ, ഇനി എന്തല്ല IFRS ഫോളോ ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമായിരുന്നു. എന്ത്? നമ്മളിപ്പം ഒരു ഇന്ത്യൻ കമ്പനിയും അതേപോലെ തന്നെ UAE ബേസ്ഡ് കമ്പനിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് INDAS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇതെന്താണ്? IFRS. ഈ IFRS എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ അതേപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റം അത് 100% നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അതിനാണ് അതിന്റെ ഒരു കൺവേർജ്ഡ് മെത്തേഡ് ആയിട്ടുള്ള INDAS എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് അത്രത്തോളം ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് അവിടെ പോകുമ്പോൾ എന്താ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുക്കുമ്പോഴും ഇന്ത്യന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുക്കുമ്പോഴും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാ ഇവിടെ ഉള്ളത്? നമ്മൾ ഫോളോ ചെയ്യുന്നത് ഗ്യാപ്പ് ആണ്, അവര് ഫോളോ ചെയ്യുന്നത് എന്താണ്? IFRS ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് പ്രിപ്പയർ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനാണ് നമ്മൾ എന്താ പറയാ? സ്റ്റാൻഡേർഡ് എന്ന് പറയാ. അതിൽ 2 സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചു, ഗ്യാപ്പ് ആൻഡ് IFRS. അപ്പോൾ US ബേസ്ഡ് ആണ് ഗ്യാപ്പ്. IFRS എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് US ബേസ്ഡ് ആണ്. ഓക്കെ, മെനി കൺട്രീസ് ഫോളോ ചെയ്യുന്നതാണ് IFRS. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്നാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ അറിയണം? ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളുണ്ട്. കുറെ അക്കൗണ്ടിങ് കൺസെപ്റ്റിന്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ. ഓക്കെ, ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റുകൾ എന്താന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ബട്ട് നമുക്ക് അറിയണം എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തായിരിക്കും? ഈസി ആയിരിക്കും ചെയ്യാൻ. ഓക്കെ, റൈറ്റ്.